ത്യാഗം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തിപ്പാടുന്നു. നീലാകാശത്തോടിൽ തൂവൻ മേഘത്തേരിൽ ആഗതനാകും വിശുനാഥന് സുരഗീതം പാടാം. അഴകായി തലുപേരിറങ്ങും അഴകിലലയകലെ ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താം. മോദമായി പാട്ടുപാടി ഹല്ലേലൂയ ഗാനം, മോദമായി പാട്ടുപാടി ഹല്ലേലൂയ.
സംഗീതമേ ഉഷസിന്റെ മൗനവീണയിൽ ഉയരുന്ന സംഗീതമേ ഗാനമേ സ്വർഗസംഗീതത്തിൻ രാഗമേ ഗന്ധർവഗാനത്തിൻ താളമേ ഉഷസിന്റെ മൗനവീണയിൽ ഉയരുന്ന സംഗീതമേ ഉഷസിന്റെ മൗനവീണയിൽ ഉയരുന്ന സംഗീതമേ ഉഷസിന്റെ മൗനവീണയിൽ ഉയരുന്ന സംഗീതമേ ഉഷസിന്റെ മൗനവീണയിൽ ഉയരുന്ന സംഗീതമേ ഉഷസിന്റെ മൗനവീണയിൽ ഉയരുന്ന സംഗീതമേ
കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു. അധിപനായും കുരിശിലവൻ ബലിയണച്ചു. ലോകത്തിനുടെ പാപങ്ങളെ നീക്കി. യെരൂശലേമിൽ അധിപനായും കുരിശിലവൻ ബലിയണച്ചു. ലോകത്തിനുടെ പാപങ്ങളെ നീക്കി. ലോകേശൻ ജാതനായി ഈ ലോകജാതനായി ഉൾക്കൂട്ടിൽ ജാതനായി. ലോകേശൻ ജാതനായി ഈ ലോകജാതനായി ഉൾക്കൂട്ടിൽ ജാതനായി. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു. രാജനായും ജനിച്ചു. ഏഴകളിൽ പാപങ്ങളെ നീക്കി. രാജനായും ജനിച്ചു. ഏഴകളിൽ പാപങ്ങളെ നീക്കി. ലോകേശൻ ജാതനായി ഈ ലോകജാതനായി ഉൾക്കൂട്ടിൽ ജാതനായി. ലോകേശൻ ജാതനായി ഈ ലോകജാതനായി ഉൾക്കൂട്ടിൽ ജാതനായി. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. വാനമതിൽ താരകളിൽ കാച്ചിലമ്പൊലി കേൾക്കുന്നു. രാക്കിളികൾ കൂവി മെല്ലെ മോദഗാനമുയർത്തുന്നു. ജാതം ചെയ്തൊരു ദൈവരാജനെ വാഴ്ത്തി പാടുന്നു. പാടുന്നു. ആ
നീലാകാശക്കോണിൽ തൂവൻ മേഘത്തേറി ആഗതനാകും ശിലാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. കരഘോഷത്താൽ കിന്നര വീണകളാൽ സ്തുതിവചനത്താൽ തിരുഗീതികളാൽ സൈന്യങ്ങൾ തന്നാഥനു നിത്യം കീർത്തനമേകിടാം. നീലാകാശത്തോണിൽ തൂവൻ മേഘത്തേറി ആഗതനാകും ശിലാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശനു ജയഗീതം പാടാം. നീലാംബരമേ വാനൊളി തിങ്ങും താരകളെ വാർമഴവില്ലേ നിന്നൊളിയാൽ പുഞ്ചിരി തൂകും പൊന്നും കതിരവനെ. കാട്ടാറുകളെ കളകളമോതും അരുവികളെ പൂങ്കുരുവികളെ ആഴികളെ ചിന്നിച്ചിതറും പൂത്തിരമാലകളെ വാഴ്ത്തിപ്പാടിടുവിൻ കാഹളമേകിടുവിൻ സുരഭിലഗീതികളാൽ ഒന്നായി ചേർന്നിടുവിൻ. ഉന്നതനീശൻ നിത്യമഹോന്നതനേശു മഹേശനവൻ മണ്ണിൽ മാനവരക്ഷയൊരുക്കാൻ ജീവൻ നൽകിയവൻ. നീലാകാശത്തോണിൽ തൂവൻ മേഘത്തേറി ആഗതനാകും ശിലാനാഥന് സുരഗീതം പാടാം. ആകാശത്തിൻ കീഴിൽ മാനവരക്ഷകനായി നിത്യം വാഴും യേശു മഹേശന് ജയഗീതം പാടാം. പർവ്വതനിരയെ കണ്ണുകൾ ചിമ്മും പൂവുകളെ പൂമ്പാറ്റകളെ തെളിവാനിൽ പാറി നടക്കും കുഞ്ഞിപ്പറവകളെ പൂവാസികളെ മഞ്ഞണി വെയിലെ പകലുകളെ പൂങ്കുലരികളെ തൂമഞ്ഞിൽ കൂടെ നടക്കും കാറ്റേ പൂങ്കുളിലേ. ആരാധിച്ചിടുവിൻ പാടി നമിച്ചിടുവിൻ തിരുമൊഴി കേട്ടിടുവാൻ കാതുകളോത്തിടുവിൻ. എന്നും നമ്മെ കാത്തുഭരിക്കും പാലകനവനല്ലോ. സത്യവെളിച്ചം പകരാൻ വഴിയിൽ വചനവിളക്കല്ലോ. നീലാകാശത്തോണിൽ തൂവൻ മേഘത്തേറി
അഴകിലലയകലെ ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താൻ അണയുന്നിതാ കാഴ്ചയുമായി അകതാരിൽ ആനന്ദമായി വിദൂരരും മാനവരും ഒന്നായി ഒരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ 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 ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ ഹല്ലേലൂയ ലോകത്തിൻ രക്ഷകനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹങ്ങൾ പാടുന്നുവോ സ്നേഹം മന്ദിരിയാകുന്നുവോ പാരിലെ കൂരിരുൾ മായുന്നുവോ ആരിവൻ താരനിലെ പൊൻസുതനോ ഇരവിലകന്ന മനസ്സിനരികെ നിറഞ്ഞ ചിരിയുമാ കര നിറഞ്ഞൊരു കനവിലാകവെ പകരും കനിവുമാ സ്വർഗതാരം മാനവനാ മലനിരയിൽ അഴകായി കരുപീതിറങ്ങും അഴകിനലയകലെ ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താൻ അഴകിലലയകലെ ഗാനമായി കൺമണിയെ കാണാൻ താരാട്ടു പാടാൻ താരകം ചൊല്ലിയ ദേവകുമാരനെ വാഴ്ത്താൻ അണയുന്നിതാ കാഴ്ചയുമായി അകതാരിൽ ആനന്ദമായി വിദൂരരും മാനവരും ഒന്നായി ഒരു രാഗമായി ഹല്ലേലൂയ ദാവീദിൻ ഉന്നതനെ ഹല്ലേലൂയ മറിയത്തിൻ പൊന്മകനെ
പാടി ആ സ്നേഹഗാനം ഇന്നീരാവിൽ. ശ്രീഹാരം ചൂടും ഗോശാല തന്നിൽ ദൈവത്തിൻ സൂനു പിറന്നു. മലനിരകൾ പാടി ആ സ്നേഹഗാനം ഇന്നീരാവിൽ. മോദമായി അതുപാടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപാടി ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മോദമായി അതുപാടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപാടി ഹല്ലേലൂയ. സ്വർഗീയ ദൂതരും മാലാഖമാർ ശാന്തമീ രാത്രിയിൽ പുൽകി. സ്വർഗീയ ദൂതരും മാലാഖമാർ ശാന്തമീ രാത്രിയെ പുൽകി. കിന്നരധാരിയ ഇടയഗണങ്ങൾ ശാലേമിൻ രാജനെ പാടി. മോദമായി അതുപാടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപാടി ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മോദമായി അതുപാടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപാടി ഹല്ലേലൂയ. മലങ്ങളായി മാനവരിന്ന് സാധന തേടുന്നു ദിനവും. വഴിയമ്പലങ്ങളായി മാനവരിന്ന് സ്വാർത്ഥത തേടുന്ന ദിനവും. ഉൾക്കൂടൊരുക്കാം ഹൃദയങ്ങളിന്ന് നാഥനു കാഴ്ചയായി നൽകാം. താരം ചൂടും ഗോശാല തന്നിൽ ദൈവത്തിൻ സൂനു പിറന്നു. മലനിരകൾ പാടി ആ സ്നേഹഗാനം ഇന്നീരാവിൽ. മോദമായി അതുപാടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപാടി ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മോദമായി അതുപാടി ഹല്ലേലൂയ ഗാനം. മോദമായി അതുപാടി ഹല്ലേലൂയ. സ്നേഹമുള്ള പ്രേക്ഷകരെ, 2025 ക്രിസ്മസ് നാളുകൾ അടുത്തു വരുന്ന ഈ സന്ദർഭത്തിൽ ആഗോള ഐക്യസഭ എന്ന യുണൈറ്റഡ് ചർച്ച് ഇൻ്റർനാഷണലിൻ്റെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് എന്നുള്ള നിലയിൽ നിങ്ങളോട് ഈ ക്രിസ്മസ് നാളുകളിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കർത്തവ്യം. ക്രിസ്തു ജനനം സംഭവിച്ചിട്ട്
20 വർഷത്തിലേറെ കഴിഞ്ഞുവെന്ന് ഏറെക്കുറെ പറയാം. കാരണം കൃത്യമായി ക്രിസ്തുവിൻ്റെ ജനനത്തെപ്പറ്റി വ്യക്തമായ ചരിത്രരേഖകളില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാൽ ലോകം മുഴുവനും ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. ഈ യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുവാനുള്ള പരിശ്രമം നാനാഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നുവെങ്കിലും അതൊരിക്കലും വിലപ്പോകാത്തൊരു കാര്യമാണ്. കാരണം ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ആ ജയന്തി ആഘോഷമാണ് ഈ ക്രിസ്മസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും സാഹോദര്യവും പാരസ്പര്യവുമെല്ലാം ഈ നാളുകളിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ലോകം മുഴുവനും അസമത്വവും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായാലും, എന്തെല്ലാം തരത്തിലുള്ള യുദ്ധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ തന്നെയും ഈ ക്രിസ്മസ് ആഘോഷം എന്നുള്ളത് നിലയ്ക്കാത്ത ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുകയാണ്. കാരണം 700 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പ്രവചന നിവൃത്തിയാണ് ഈ ക്രിസ്മസ്, അതായത് ക്രിസ്തുവിൻ്റെ ജനനം. മീഖാ പ്രവാചകൻ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം ഒരു ഇസ്രായേലിൻ്റെ രക്ഷകനും പരിപാലകനുമായ ഒരുവൻ്റെ വരവിനെ പറ്റി അന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യെശയ്യാ പ്രവചനമൊക്കെ പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സന്ദർഭത്തിൽ യേശുവിൻ്റെ ജനനത്തെപ്പറ്റി മുൻകൂട്ടി പറയുകയും അത് സംഭവിക്കുകയും ചെയ്തത് ബത്ലഹേമിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന വസ്തുതയാണ്. ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് യേശുവിൻ്റെ അപ്പൻ എന്ന് പറയുന്ന ജോസഫ്, അദ്ദേഹത്തിൻ്റെ പിതൃപാരമ്പര്യം ഉള്ള സ്ഥലം അവിടെയാണ്. അവിടത്തേക്ക് അദ്ദേഹം പേർവഴി ചാർത്തുന്ന ആവശ്യത്തിന് വേണ്ടി, അതായത് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിലേക്ക് അവിടെ വരേണ്ടി വന്നു. 80 മൈലോളം വാഹനമൃഗത്തിൽ ഗർഭിണിയായ ഭാര്യയുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്ത് അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോഴേക്കും പ്രസവത്തിനുള്ള കാലം പൂർണ്ണമായി കഴിഞ്ഞു. അത് സംഭവിക്കുന്നു. പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഒരു പശുത്തൊട്ടിയിൽ കിടത്തുകയും ചെയ്യുന്നു. ഈ പശുത്തൊട്ടി എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ പുല്ലൂട്ടി എന്നോ അല്ലെങ്കിൽ തൊഴുത്തിലുള്ള ഒരു പശുവിന് വേണ്ടി കെട്ടുന്ന വൈക്കലിടുവാനുള്ള ഒരു സ്ഥലമായിട്ടോ പരിഗണിക്കരുത്. യാത്രക്കാർ വാഹനമൃഗങ്ങളിൽ വന്നു കഴിയുമ്പോൾ ആ ആളുകൾക്ക് താമസിക്കുവാൻ വഴിയമ്പലങ്ങൾ ഒരുക്കാറുണ്ട്. ആ വഴിയമ്പലങ്ങളിൽ അതിൻ്റെ പരിസരത്തായിട്ട് മൃഗങ്ങൾക്ക് കെട്ടി അവരെ സൂക്ഷിക്കുവാൻ, മൃഗങ്ങളെ കെട്ടി സൂക്ഷിക്കുവാൻ ലായങ്ങളുണ്ടാകാറുണ്ട്. ലായങ്ങളുണ്ടാകുക എന്ന് പറയുമ്പോൾ അനേക മൃഗങ്ങളുണ്ടാവും. ആ മൃഗങ്ങളെല്ലാം കെട്ടി അതിൻ്റെ നടുഭാഗത്തായിട്ട് യാത്രക്കാർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെയാണ് പശുത്തൊട്ടി എന്ന് നാം മനസ്സിലാക്കണം. ആദ്യ കാലഘട്ടങ്ങളിൽ ബത്ലഹേമിലെ പശുത്തൊട്ടി എന്ന് പറയുമ്പോൾ ഒരു വലിയ ലായമാണ്. അവിടെ അനേക മൃഗങ്ങളുണ്ടാകും. അതിൻ്റെ മധ്യത്തിൽ യാത്രക്കാർ അവിടെ താമസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യും. അതിനിടയിലാണ് യേശുവിനെ അവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. ദൂതന്മാർ സ്വർഗത്തിൽ നിന്നും അയച്ച് ആട്ടിടയന്മാരോട് ഈ സദ്വാർത്ത ഘോഷിക്കുമ്പോൾ അവർ അത്ഭുതപ്പെടുകയാണ്. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള സത്യം, ലോകത്തിൻ്റെ രക്ഷകനായൊരു മകൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു. എല്ലാ ആളുകളും അത്ഭുതപ്പെടുകയാണ്. ആ ആട്ടിടയന്മാരെല്ലാവരും അത്ഭുതപ്പെടുകയാണ്. കർത്താവിൻ്റെ വരവ്, കർത്താവിൻ്റെ ജനനം ബത്ലഹേമിൽ സംഭവിച്ചിരിക്കുന്നു. ദൂതന്മാർ പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് ആട്ടിടയന്മാർ അവിടെ ചെന്ന് ആ കുഞ്ഞിനെ നമസ്കരിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാർ തങ്ങളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ അമ്മ മറിയത്തോട് അവർ അറിയിക്കുകയാണ്. അതെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അവർ സന്തോഷപരവശരായി അവിടെ നിന്നും മടങ്ങിപ്പോകുന്നു. ഈ സദ്വർത്തമാനം ലോകമുള്ള കാലത്തോളം തുടർന്നുകൊണ്ടിരിക്കും. അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. രാജ്യങ്ങളിൽ യുദ്ധങ്ങളോ അസമാധാനങ്ങളോ എന്തൊക്കെ ഉണ്ടായാലും അതൊക്കെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കുന്ന നസ്രായനായ യേശുവിൻ്റെ ജനനം ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ സത്യത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ
നാം തമ്മിൽ പാരസ്പര്യത്തിൻ്റെ, കൊടുക്കൽ വാങ്ങലുകളുടെ, കുടുംബങ്ങളിലൂടെ ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമത്വത്തിൻ്റെ ഒക്കെ സന്തുഷ്ടമായ ഒരു നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ സംജാതമാവുകയാണ് വേണ്ടുന്നത്. ആ വലിയൊരു അനുഗ്രഹകരമായ, സ്നേഹസമ്പന്നമായ, സമൃദ്ധമായ ഒരു ക്രിസ്മസ് ഈ നാളുകളിൽ നിങ്ങൾക്കെല്ലാവർക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.